ഒരു ഗർഭിണിയായ സ്ത്രീ മരിക്കുക എന്ന് പറയുമ്പോൾ, അതും ആ ഒരു സ്ത്രീ 1.5 മാസത്തോളം ഇഞ്ചിഞ്ചായിട്ടാണ് മരണത്തിന് കീഴടങ്ങിയത് എന്ന് കേൾക്കുമ്പോൾ, യാ റബ്ബേ, നമ്മുടെ ഉമ്മത്തിങ്ങളെയൊക്കെ നീ കാക്കണേ റബ്ബേ. അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. കഴിഞ്ഞ ദിവസം പയ്യോളിയിൽ ഒരു 28 വയസ്സുകാരിയുടെ മരണം. ഏറെ നമുക്ക് വേദനയായത്, ആ ഒരു 28 വയസ്സുകാരി 7 മാസം ഗർഭിണിയായിരുന്നു. ഗർഭിണിയായിരിക്കെയാണ് ആ ഒരു പാവം സ്ത്രീ മരണത്തിന് കീഴടങ്ങിയത്. ആ ഒരു മരണവുമായി ബന്ധപ്പെട്ട് ഇന്ന് വലിയൊരു ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു മരണത്തിൽ ദുരൂഹത ഉണ്ടെന്ന് ആ ഒരു സ്ത്രീയുടെ കുടുംബം ആരോപിക്കുന്നുണ്ട്. ന്യൂസിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ വിവരം നിങ്ങളുടെയൊക്കെ മുന്നിലെത്തിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കറിയാം, നമ്മൾ ഈ ചാനലിൽ കൂടി മരണ വാർത്തകളാണ് നിങ്ങളുടെയൊക്കെ മുന്നിലെത്തിക്കാറ്. ഒരു വ്യക്തിയുടെ മരണം അറിയിക്കുക മാത്രമല്ല, ആ മരണപ്പെട്ട വ്യക്തിയുടെ കുടുംബത്തിന്റെ വേദനയിൽ കൂടി നമ്മൾ പങ്കുചേരാറുണ്ട്. ഒരുപാട് നൊമ്പരപ്പെടുത്തുന്ന അവരുടെ ജീവിതം നിങ്ങളുടെയൊക്കെ മുന്നിലെത്തിച്ചിട്ടുണ്ട്. ഓരോ കുടുംബത്തിന്റെ വേദനയിൽ കൂടിയാണ് നമ്മൾ ഇതുപോലുള്ള വാർത്തകളിലൂടെ നിങ്ങളെ കൊണ്ടുപോകാറ്. എത്ര നൊമ്പരപ്പെടുത്തുന്ന മരണ വാർത്തകൾ നിങ്ങളുടെയൊക്കെ മുന്നിലെത്തിച്ചിട്ടുണ്ട്. നമ്മളൊക്കെ അവർക്ക് വേണ്ടി ദുആ ചെയ്തിട്ടുമുണ്ട്. ചില മരണപ്പെട്ട വ്യക്തിയുടെ ജീവിതത്തിൽ കൂടി നമ്മൾ കടന്നു ചെന്നിട്ടുണ്ട്. നമ്മൾ അറിയിക്കുന്ന ഓരോ വാർത്തയും നിങ്ങളുടെയൊക്കെ ഉറക്കം കെടുത്തുന്നതാണെന്ന് നമുക്കറിയാം. ഇതുപോലുള്ള വാർത്തകൾ കേൾക്കാൻ താല്പര്യമുള്ളവർക്ക് ഇവിടെ കൂടാം. പയ്യോളി സ്വദേശിനിയായ 28 വയസ്സുകാരി ഷമീമ മരണപ്പെടുന്നത് 7 മാസം ഗർഭത്തോടെയാണ്. ആ പാവം ഗർഭിണിയായ സ്ത്രീ ഈ ഒരു അവസ്ഥയിൽ ഇഞ്ചിഞ്ചായിട്ടാണ് മരണത്തിന് കീഴടങ്ങിയത്. 7 മാസം ഗർഭിണിയായ ആ ഒരു സ്ത്രീ 1.5 മാസത്തോളം ഇഞ്ചിഞ്ചായി കഴിയുകയായിരുന്നു. ആ ഒരു യുവതിയുടെ കുടുംബത്തിലേക്ക് കയറി ചെന്നാൽ അവർ താമസിക്കുന്നത് ഒരു വാടക വീട്ടിലാണ്. വാർത്തയുടെ അടിസ്ഥാനത്തിൽ ഇങ്ങനെയാണ് ഇവരുടെ ജീവിതം പോകുന്നത്. ഇവരുടെ ജീവിതത്തിൽ സ്വരച്ചേർച്ചകളുണ്ടായിരുന്നു. ദാമ്പത്യ ജീവിതത്തിൽ പൊതുവെ അത് പതിവാണ്. അതൊക്കെ സഹിച്ചും പുറത്തും നമ്മൾ ജീവിച്ചങ്ങ് പോവുക, പടച്ചറബിൻ്റെ മുന്നിൽ ജീവിച്ച് കാണിച്ചു കൊടുക്കുക, അതാണ് വേണ്ടത്. പക്ഷെ ആ ഒരു സ്ത്രീ പാപമായതുകൊണ്ട് തന്നെ ഭർത്താവിൻ്റെ പീഡനങ്ങൾക്കൊക്കെ മൗനം കാണിക്കുകയായിരുന്നു. അത് തന്നെ അയാൾക്കൊരു താളമായി മാറി. ആ വീട്ടിൽ ഇവർ മാത്രമേ ഉള്ളൂ. ഉമ്മയോ മറ്റു സ്ത്രീകളോ ആരും തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ ഇയാൾക്കൊരു താളമായി മാറി. ഭർത്തൃപീഡനം, ശരിക്കും പറഞ്ഞാൽ ഇത് ഭർത്തൃപീഡനം എന്ന് പറയാൻ പറ്റുമോ എന്നറിയില്ല. ആ കുടുംബത്തിൽ ഇവർ മാത്രമേ ഉള്ളൂ. ഈ സ്ത്രീ മരണപ്പെട്ടതിന് ശേഷം കുടുംബം വലിയൊരു ആരോപണവുമായി വന്നിരിക്കുകയാണ്. അതങ്ങനെയാണല്ലോ, ഒരാൾ മരിക്കണം എന്നാലേ നമ്മുടെ നാവ് പൊങ്ങുകയുള്ളൂ. അതുവരെ നമുക്കൊന്നും പറയാനുണ്ടാവില്ല. മരിച്ചതിന് ശേഷം, അതിൽ മുന്നേ നിങ്ങളിത് മനസ്സിലാക്കി ചെയ്തിരുന്നെങ്കിൽ ആ പാവം പെൺകുട്ടി ഇന്ന് ജീവിച്ചിരുന്നേനെ. ഇനി പറഞ്ഞിട്ടെന്താണ് കാര്യം? ഭർത്താവിൻ്റെ പീഡനമാണത്രേ. കുറേ മുന്നേ ഇവളെ കൊല്ലാൻ ശ്രമിച്ചിരുന്നു അത്രേ. എന്നിട്ട് പോലും നിങ്ങൾക്കാർക്കും ഇവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിച്ചില്ല. അത് വലിയൊരു പിടിപ്പുകേട് തന്നെയാണ്. ഭർത്താവ് നവാസിൽ നിന്നും ഈ പാവം കുട്ടി നേരിട്ടത് കാലങ്ങളായുള്ള കടുത്ത ശാരീരിക പീഡനമാണത്രേ. വർഷങ്ങൾക്ക് മുമ്പ് ഷമീമയെ വണ്ടിയിടിപ്പിക്കാനും ആയുധം ഉപയോഗിച്ച് ആക്രമിക്കാനും നവാസ് ശ്രമിച്ചിരുന്നു എന്ന് ബന്ധുക്കൾ പറയുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ഒരാൾ മരിക്കണം, മരിച്ചാലേ ഇതൊക്കെ പുറത്തു വരികയുള്ളൂ. ഇന്ന് സ്വന്തവും ബന്ധവുമില്ല, രക്തബന്ധത്തോടുള്ള സ്നേഹവുമില്ല. അറ്റ്ലീസ്റ്റ് മനുഷ്യനെന്ന പോലെ മനുഷ്യർക്ക് മനുഷ്യരോട് തോന്നുന്ന ഒരു സിമ്പതിയുമില്ല. ഈ കുട്ടിയുടെ കുടുംബം ഇതറിയുന്നത് ഷമീമയുടെ ഉമ്മ ഷമീമയെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. അങ്ങനെ ഉമ്മ ആ വാടക വീട്ടിലേക്ക് ചെല്ലുകയാണ്. അപ്പോഴാണ് ഈ ഒരു നൊമ്പരപ്പെടുത്തുന്ന കാഴ്ച കണ്ടത്. ആ ഒരു പാവം സ്ത്രീ ആരുമില്ലാതെ ഒറ്റയ്ക്ക് അബോധാവസ്ഥയിൽ കിടക്കുകയായിരുന്നു അത്രേ. ഗർഭിണിയായ സ്ത്രീ പാവം എന്തൊക്കെ സഹിച്ചിട്ടുണ്ടാകും. അബോധാവസ്ഥയിൽ ആ കുട്ടിയെ കണ്ടപ്പോഴേ അവിടെ ഒരു ദുരൂഹത അവർക്ക് തോന്നിയിരുന്നു അത്രേ. അങ്ങനെ 7 മാസം ഗർഭിണിയായ ആ സ്ത്രീയെയും കൊണ്ട് എത്രയും പെട്ടെന്ന് ആശുപത്രിയിലേക്ക് എത്തിക്കുകയായിരുന്നു. അബോധാവസ്ഥയിലായിരുന്നു ആ സ്ത്രീ. വീട്ടിൽ വെച്ച് ഷമീമയുടെ വായിൽ നിന്നും നുരയും പതയും വരുന്നുണ്ടായിരുന്നു അത്രേ. അങ്ങനെ ആദ്യം കൊയിലാണ്ടിയിലെ ആശുപത്രിയിലും പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്കായി മെഡിക്കൽ കോളേജിലേക്കും മാറ്റുകയായിരുന്നു. ആശുപത്രിയിൽ എത്തിക്കുന്ന സമയത്ത് തന്നെ ഷമീമയുടെ കാലിൻ്റെ പല ഭാഗങ്ങളിലായി മർദ്ദനമേറ്റതിൻ്റെ നിരവധി പാടുകളും കണ്ടിരുന്നു. അങ്ങനെയാണ് കുടുംബത്തിന് ഈ ഒരു മരണവുമായി ബന്ധപ്പെട്ട് ദുരൂഹത തോന്നിയത്. അങ്ങനെ കഴിഞ്ഞ 1.5 മാസത്തോളം യാതൊരു ബോധവുമില്ലാതെ ആ പാവം സ്ത്രീ വെന്റിലേറ്ററിൽ കഴിയുകയായിരുന്നു. സുബ്ഹാനല്ലാഹ്. അങ്ങനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ 1.5 മാസത്തോളം ചികിത്സയിലായിരിക്കെ ആ ഒരു മോള് പടച്ചറബിലേക്ക് മടങ്ങുകയായിരുന്നു.
ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. പടച്ച റബ്ബ് ആ പൊന്നുമോൾക്ക് സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ, ഷഹീദിൻ്റെ പ്രതിഫലം നൽകുമാറാകട്ടെ. എല്ലാവരും ദുആ ചെയ്യണം കേട്ടോ. ബന്ധുക്കൾ ഭർത്താവിൽ നിന്നും ആ കുട്ടി അനുഭവിച്ചത് വലിയൊരു പീഡനമാണെന്ന് പറയുന്നു. പല തവണകളായി ഷമീമയെ വിളിച്ച് കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്താറുണ്ടത്രേ. ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ഇവരുടെ കുടുംബത്തിൽ മാതാപിതാക്കളും ഒന്നുമില്ലാത്തത് കൊണ്ട് തന്നെ ആരും പറയാനും ചോദിക്കാനും ഇല്ലാത്തത് ആ കുട്ടിയുടെ വലിയൊരു ഗതികേട് തന്നെ. ആ ഒരു ഗതികേട് ഇയാൾ മുതലെടുക്കുകയായിരുന്നു. എല്ലാ ദുരിതങ്ങളും അവളുടെ ആ ഒരു ഗതികേട് കൊണ്ട് സഹിക്കുകയായിരുന്നു ആ പാവം പെൺകുട്ടി. ഇത് ചെയ്തത് അവനാണെങ്കിൽ അവന് തക്കതായ ശിക്ഷ തന്നെ നൽകണം. പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഈ മരണവുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കുകയാണ്. വാടക വീട്ടിൽ തനിച്ച് താമസിക്കുന്ന സ്വന്തം ഭാര്യയെ ഗർഭിണിയാക്കിയതിന് ശേഷം ഇഞ്ചിഞ്ചായി കൊല്ലുകയായിരുന്നു എന്ന് ഈ വാർത്തയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. എന്തെന്നായാലും സത്യം പുറത്തു വരട്ടെ. ഇതുപോലുള്ള മരണങ്ങൾ ഇങ്ങനെ കൂടിക്കൂടി വരികയാണ്. ആളുകൾ ഇന്ന് മരണം നിസ്സാരമായി കാണുകയാണ്. സ്വയം ജീവനൊടുക്കുകയാണ് ചെറിയ മക്കൾ പോലും. സഹിക്കാൻ പറ്റാത്ത വേദനകൾ കൊണ്ടും വാശി മൂലം വൈരാഗ്യം മൂത്തും ഇന്നത്തെ കുട്ടികൾ ഇങ്ങനെ ഒരു മണ്ടത്തരത്തിലാണ് ചെന്ന് ചാടുന്നത്. ആത്മഹത്യ. അതിലൂടെ നഷ്ടപ്പെടുന്നത് അവർക്ക് മാത്രമേ ഉള്ളൂ. പടച്ച റബ്ബ് എല്ലാവരെയും തൊട്ട് കാക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഷമീമ എന്ന ഈ ഒരു കുട്ടിക്ക് വേണ്ടി എല്ലാവരും ദുആ ചെയ്യണം. പടച്ച റബ്ബ് അവർക്ക് മഅഫിറത്തും മറഹ്മത്തും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഖബർ വിശാലമാക്കി സ്വർഗ്ഗപൂന്തോപ്പാക്കി കൊടുക്കണേ റബ്ബേ. പടച്ച റബ്ബേ, ആ ഉമ്മക്ക് നീ സ്വർഗം കൊടുക്കണേ അല്ലാഹ്. അവരുടെ പാപങ്ങളൊക്കെ നീ പുറത്തു കൊടുക്കണേ റബ്ബേ, റഹമുറാഹിമായ റബ്ബേ. പടച്ച റബ്ബേ, കീറി മുറിഞ്ഞ് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന വിധത്തിലുള്ള മരണങ്ങളെ തൊട്ട് നമ്മളെയൊക്കെ കാക്കണേ റബ്ബേ. പടച്ച റബ്ബേ, നമ്മുടെയൊക്കെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി തരണേ റബ്ബേ. ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലി പുഞ്ചിരിച്ച് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെല്ലാവരും ദുആ ചെയ്യാൻ പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിയും മോദി ഹദിയ ചെയ്യുക ഇൻഷാ അല്ലാഹ്. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.